BJP ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു, അത് തിരുവനന്തപുരമാണ്. അതേസമയം 10 സീറ്റുകളിൽ LDF, 8 സീറ്റുകളിൽ UDF എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. ഡിജിറ്റ് മാറുന്നുണ്ട്. ആറ്റിങ്ങലിലും കൊല്ലത്തും മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഇപ്പോഴും LDFന്റെ ലീഡ്. തൃശ്ശൂരിൽ LDFനാണ് ഇപ്പോൾ വീണ്ടും ലീഡ്. ദേശീയ ചിത്രം 250ലേക്ക് അടുക്കുക. 250 പിന്നിടുന്നു. ഭൂരിപക്ഷത്തിലേക്ക് NDA കുതിച്ചെത്തുന്നു. 250 കടന്നു NDA സഖ്യം. 20 സീറ്റുകൾ മാത്രം വന്നാൽ ലീഡിന്റെ കാര്യത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുകയാണ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഒരു ടൈറ്റ് ഫൈറ്റ് വരുന്നത് അല്ലേ? കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കർണാടകയിൽ BJPയുടെ വലിയ കുതിപ്പാണ്. 14 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. 4 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ LDFന്റെ 8 വോട്ടുകൾ മാറി ഇപ്പോൾ KC ആണ് ലീഡ് ചെയ്യുന്നത്. ആലത്തൂരിലാണ് LDFന്റെ വലിയ ലീഡ്. കാസർഗോഡ് ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് തുടരുന്നു. ആലപ്പുഴയിൽ ഇപ്പോൾ LDF അല്ല, ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് മുന്നേറുന്നു. വടകരയിൽ ഇപ്പോൾ ലീഡ് നില 3161. ഒരുപക്ഷെ ഏറ്റവും വലിയ ലീഡിലേക്ക് ഇടുക്കിയിൽ UDF കുതിക്കുന്നു എന്നുള്ളതാണ്. 3161 വോട്ടുകൾ ലീഡ് ഇടുക്കിയിൽ UDFന്. വടകരയിൽ ഇപ്പോഴും LDF ലീഡ് 320. LDF ആറ്റിങ്ങലിൽ 337 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നുണ്ട്. വടകരയിലും ആറ്റിങ്ങലിലും അടക്കം ലീഡുകൾ. വടകരയിൽ 320 നിൽക്കുന്നു. ഒപ്പം കൊല്ലത്ത് 187 വോട്ടുകൾക്ക്, മാവേലിക്കരയിൽ 132 വോട്ടുകൾക്ക്, തൃശ്ശൂരിൽ LDF രാജ്യത്ത് ഭരണ തുടർച്ച അതിന്റെ സൂചനകൾ. മൂന്നാം തവണയും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ഒരുങ്ങുന്നു. രാജ്യത്ത് ഭരണ തുടർച്ച 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുന്നു NDA എന്നുള്ളതാണ്. അതിൽ 20 സീറ്റുകൾ മാത്രമാണ് ഘടകകക്ഷികളുടേത്. ബാക്കി 252 കടന്നു. അത് 250 കടന്ന് BJP രാജ്യത്ത് കുതിക്കുന്നു. BJP ഒറ്റയ്ക്ക് 253 ഇപ്പോൾ BJP സഖ്യം. അതിൽ BJP ഒറ്റയ്ക്ക് 219 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ശശി തരൂർ 37 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിലാണ് വലിയ ലീഡ്. ഇടുക്കി ശ്രദ്ധിക്കണം, ഇടുക്കിയിലെ ലീഡ് നിലയിൽ പോലും 3000-ലധികം വോട്ടുകൾ UDFന് ഉണ്ടാകുന്നുവെങ്കിൽ ഒരുപക്ഷെ EVM മെഷീനിലേക്ക് വരുമ്പോൾ അത് ചിത്രം വലിയൊരു മാറ്റം. 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് ഇടുക്കി. അവിടെയാണ് ഇത്തവണ UDF കൂടുതൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ടൈറ്റ് ഫൈറ്റ് ആണ്. 23-15. ബാക്കി വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ മുന്നേറ്റമാണ്. ഡൽഹിയിൽ ഇപ്പോഴും 7-7 അല്ലേ? 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം, അതായത് 543-ൽ 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം BJP NDA സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ രാജ്യത്ത് വീണ്ടും മോദി തരംഗം, രാജ്യത്ത് വീണ്ടും NDA അധികാരത്തിലേക്ക്. മൂന്നാം തവണയും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു. കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം 15-14 എന്നുള്ളതാണ് ബംഗാളിൽ. തൃണമൂലിനെ BJP അട്ടിമറിക്കുമോ? ബംഗാളിൽ ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിൽ BJP പിന്നിലാണ് ബംഗാളിൽ. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ലീഡ് നില മാറുന്നു. ആലത്തൂരിൽ ഇപ്പോഴും LDF ലീഡ്, പാലക്കാട് LDF ലീഡ്, വടകരയിൽ LDF ലീഡ്, കണ്ണൂരിലും ലീഡ്. അത് പ്രതീക്ഷിച്ച കാര്യമാണ് തപാൽ വോട്ടുകളിൽ. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലെ ലീഡ് അത് UDFനെ ആവേശം കൊള്ളിക്കുന്ന ലീഡാണ്. തരൂർ വീണ്ടും മുന്നിൽ. മഞ്ജുഷ, വളരെ വ്യക്തമാണ്. UDFന്റെ പരമ്പരാഗത മേഖലകളിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ UDF നടത്തുന്നുണ്ട്. ഇടുക്കി ഉദാഹരിക്കാം, 3000-ലധികം ലീഡ്. കോട്ടയത്തേക്ക് വരുമ്പോൾ 843 വോട്ടുകളുടെ ലീഡിലേക്ക് കോട്ടയത്ത് UDFന്റെ അവസ്ഥ മാറുന്നുണ്ട്. അങ്ങനെ പരമ്പരാഗത UDF മേഖലകളിൽ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ തപാൽ വോട്ടുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചിത്രം. അതാണ് സംസ്ഥാന സാഹചര്യം. ഇനി വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് തപാൽ വോട്ടുകളുടെ മാത്രമല്ല, EVM-കളുടേതുമാണ്. ഇടുക്കിയിൽ ഇപ്പോൾ UDF 9765, LDF 6000
3666. UDF ലീഡ് 3099. ഇവിടെ കാസർഗോഡ് മാറി 217. കാസർഗോഡ് ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നത് 217 വോട്ടുകൾക്കാണ്. ആലത്തൂരിൽ LDF 370, UDF 390. UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയുടെ ലീഡാണ് വന്നിട്ടുള്ളത് 3099 ആയി. തൃശ്ശൂരിൽ LDF ലീഡ് 5ലേക്ക് കുറയുന്നു എന്നുള്ളതുണ്ട്. LDF ആണ് തുടക്കം തൃശ്ശൂർ ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 5ലേക്ക് LDF ലീഡ് തൃശ്ശൂരിൽ കുറയുന്നു. തുടങ്ങിയിട്ടുണ്ട്. അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. വാട്ടക്കരയിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും 37 ശശിതരൂർ ലീഡ്. കേവല ഭൂരിപക്ഷം കടന്നു. 281 NDA സഖ്യം എത്തുന്നു. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ ലീഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ BJP മുന്നണി അംഗങ്ങൾ. രാജ്യത്ത് മോദി കാഴ്ച 466 സീറ്റുകളിലെ ഫലസൂചനകളാണ് വരുന്നത്. ഏറെക്കുറെ 90 സീറ്റുകളിലോളം ഫലസൂചനകൾ ഇനി വരാനിരിക്കുന്നു. അപ്പോഴാണ് ഈ ചിത്രമെന്ന് ഓർക്കണം. 290 ഇപ്പോൾ NDA മുന്നണിയുടെ ലീഡ് നില. അതിൽ മാറ്റമുണ്ടായേക്കാം, പക്ഷേ നിലവിലെ ചിത്രം അങ്ങനെയാണ്. രാജ്യത്ത് വീണ്ടും മോദി തരംഗം അതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത്. 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. 283-ൽ 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. ബാക്കി സീറ്റുകളിലാണ് ഘടകകക്ഷികൾ ലീഡുള്ളത്. അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്ന് 400-ന് മുകളിൽ ഏതാണ്ട് 400ഓളം സീറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്നാണ് ഇപ്പോൾ NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ രഞ്ജിത്ത് 290-ആയി 161 ഇന്ത്യ സഖ്യത്തിന്. മധ്യപ്രദേശിൽ ഇപ്പോഴും BJPക്ക് 21 സീറ്റുകളിൽ ലീഡ്. അതായത് ഒന്നിൽ മാത്രമേ പിന്നിട്ട് നിൽക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ മുന്നേറ്റം. ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്. ബംഗാളിൽ തൃണമൂലിനൊപ്പം BJP. മഹാരാഷ്ട്രയിൽ 27 സീറ്റിൽ ഇപ്പോൾ NDA മുന്നിലാണ്. മഹാരാഷ്ട്രയിലും NDA കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുന്നോട്ട് വരികയാണ്. 45 സീറ്റുകളുടെ ലീഡിൽ അറിഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ മത്സരമാണ്. തമിഴ്നാട്ടിൽ 2ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു. കോയമ്പത്തൂർ അടക്കം 2 സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ 27 സ്ഥലങ്ങളിലാണ് NDA സഖ്യത്തിന് ലീഡ്. അങ്ങനെ തമിഴ്നാട്ടിലും BJPയുടെ ആദ്യഘട്ട ലീഡും ശ്രദ്ധേയമാവുകയാണ് ദേശീയ തലത്തിൽ. തമിഴ്നാട്ടിൽ ADMKക്ക് 2 ഇടങ്ങളിൽ ലീഡ് കാണിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ മാറ്റം ഉണ്ടായേക്കാം, പക്ഷേ തുടക്കത്തിൽ ആ ലീഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ചിത്രമുണ്ട് അവിടെ. ഒരു പക്ഷേ അണ്ണാ-DMKക്ക് അവിടെ ചിലപ്പോൾ ഒരു സീറ്റും കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ അവിടെ അണ്ണാ-DMK 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ DMK സഖ്യമാണ് കൂടുതൽ. കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് 5 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. BJP 20 ആണ്. 300 കടന്നു. NDA സഖ്യം 300 കടന്നു. 263 സീറ്റുകളിൽ ഒറ്റയ്ക്ക് BJPക്ക് ലീഡുണ്ട്. 300 കടന്ന് NDA സഖ്യം കേവല ഭൂരിപക്ഷവും കടന്ന് NDA കുതിക്കുകയാണ്. ഇനി 80ഓളം സീറ്റുകളുടെ ഫലസൂചനകൾ ലഭ്യമാകാനുണ്ട്. 300 സീറ്റുകളിൽ ഇപ്പോൾ NDA സഖ്യം. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനും ചെറിയ പ്രതീക്ഷയുണ്ട്. കാരണം 23 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJP 51 സീറ്റുകളിലാണ് ലീഡ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷത്തിന് ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ UDF ലീഡാണ് ഉണ്ടാവുന്നത്. 30 വോട്ടുകളുടെ ലീഡാണ്. അത് പോസ്റ്റൽ വോട്ടുകളാവാം. EVM കണക്കുകൾ വരുന്നില്ല. ഇപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ UDF പത്തനംതിട്ടയിൽ ലീഡ് തിരികെ പിടിക്കുന്നു എന്നതാണ് അവിടുത്തെ ചിത്രം.